എല്ലാവർക്കും ഫിസിക്സിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചാണ്, സ്ഥാനസമയ ഗ്രാഫ്. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറയുകയുണ്ടായി, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന, സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ എക്സ് എന്ന് സൂചിപ്പിക്കാം, ടൈമിനെ ടൈം എന്ന് സൂചിപ്പിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും. സോ പൊസിഷൻ ടൈം ഗ്രാഫ് നേർരേഖ കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ദി ഒബ്ജക്റ്റ് ഹാസ് യൂണിഫോം വെലോസിറ്റി, ആ വസ്തുവിന് സമപ്രവേഗമാണ്. സോ ഇങ്ങനെ കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി. ഇങ്ങനെ വന്നാൽ അതിനർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി. ഇങ്ങനെ വന്നാലോ, സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിലോ, ഒബ്ജക്റ്റ് ഹാവ് നോൺ യൂണിഫോം വെലോസിറ്റി. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗമാണ്, ഒരേ പ്രവേഗമാണ്, ഒരേ സ്പീഡാണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിലോ സമപ്രവേഗമല്ല, അത്രേ ഉള്ളൂ, സമപ്രവേഗമല്ല, അതിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. The speed is changing, velocity is changing. It is non-uniform velocity. So, if the position time graph is a straight line, the object has uniform velocity. If it is not a straight line, the object have non-uniform velocity. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖ അല്ലെങ്കിൽ അസമപ്രവേഗമാണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് പറഞ്ഞു, യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. ലൈൻ ഇങ്ങനെയാണെങ്കിലും സമയത്തിന്റെ അംശത്തിന് പാരലൽ, അപ്പോൾ എന്തായിരിക്കും അതിനർത്ഥം? നോക്കുക, നമുക്കൊന്ന് വരച്ച് നോക്കാം. ഒരു കാർ എ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, എ എന്ന് പറയുന്നത് 0 മീറ്റർ ആണ് ഇതിന്റെ പൊസിഷൻ, ബി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് ഇതിന്റെ പൊസിഷൻ. ബിയിലെത്തിയിട്ട് കുറെ നേരം നിന്നു, ഡ്രൈവർ വാച്ചിൽ സമയം നോക്കാൻ തുടങ്ങി. സോ ബിയിലെത്തിയിട്ട് വണ്ടി നിന്നു, എന്ത് ചെയ്യാൻ തുടങ്ങി? ടൈം മെഷർ ചെയ്യാൻ തുടങ്ങി. നൗ ടൈം മെഷർ ചെയ്യുമ്പോൾ എവിടെയാണ് പൊസിഷൻ? 2 മീറ്ററിൽ. ടൈം മെഷർ ചെയ്യുമ്പോൾ പൊസിഷൻ എവിടെയാണ്? 2 മീറ്ററിൽ. 1 സെക്കൻഡ് കഴിഞ്ഞു, അപ്പോഴും 2 മീറ്ററിൽ തന്നെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വണ്ടി പോകുന്നില്ല. 2 സെക്കൻഡായി, അപ്പോഴും 2 മീറ്ററിൽ. 3 സെക്കൻഡായി, അപ്പോഴും 2 മീറ്ററിൽ. അതായത് ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. വണ്ടി മൂവ് ചെയ്യുന്നില്ല, വണ്ടി നിശ്ചലാവസ്ഥയിലാണ്, കാർ നിശ്ചലാവസ്ഥയിലാണ്. ഒന്ന് വരച്ചോ. ഓക്കെ, ടൈം സ്കെയിൽ എങ്ങനെ എടുക്കാം? 1 സെന്റിമീറ്റർ ഓരോ സെക്കൻഡ് എടുക്കാം. സോ 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്നിങ്ങനെ. ഇവിടെയോ നമുക്ക് 2 മീറ്റർ വരെ മതി. അപ്പോൾ എന്ത് ചെയ്യാം? 1 സെക്കൻഡ് 1 മീറ്റർ ആയിക്കോട്ടെ, 1 സെന്റിമീറ്റർ 1 മീറ്റർ ആയിക്കോട്ടെ. അപ്പോൾ 2 സെന്റിമീറ്റർ 2 മീറ്റർ എന്നുണ്ട്. ഇനി നോക്കാം, 0 സെക്കൻഡിൽ 2 മീറ്റർ. ഓക്കെ, 1 സെക്കൻഡിൽ 2 മീറ്റർ, 2 സെക്കൻഡിൽ 2 മീറ്റർ, 3 സെക്കൻഡിൽ 3 മീറ്റർ. സോ എന്താണ് കാണിക്കുന്നത്? നമ്മൾക്ക് കിട്ടിയ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്, അത് മൂവ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം വെലോസിറ്റി, ഇറ്റ് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി, അസമപ്രവേഗം. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ, ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, നിശ്ചലാവസ്ഥയിലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്ഥാന സമയ ഗ്രാഫ്. ഇനി നമുക്ക് അടുത്ത ഒരു ഗ്രാഫിലേക്ക് പോവാം. പ്രവേഗ സമയ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓർ VT ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓർ VT ഗ്രാഫ്. പ്രവേഗവും സമയവുമാണ് നമ്മൾ ഇവിടെ ഗ്രാഫ് ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പോകുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ എടുത്ത പോലെ തന്നെ എക്സ് ആക്സിസിൽ നമുക്ക് സമയം എടുക്കാം. അപ്പോൾ y ആക്സിസിൽ എന്തായിരിക്കും? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. നിങ്ങൾക്ക് എന്താണ് തരുന്നത് അത് എടുക്കുക കേട്ടോ. ചിലപ്പോൾ ഹവറിലായിരിക്കും തരിക, അപ്പോൾ ടൈം ഹവറിൽ എടുക്കാം. ചിലപ്പോൾ വെലോസിറ്റി തരുന്നത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും. നമ്മുടെ ബൈക്കിൻ്റെതൊക്കെ കിലോമീറ്റർ പെർ ഹവർ ആണ്, 40 കിലോമീറ്റർ പെർ ഹവർ. അതിന്റെ അർത്ഥം എന്താണ്? പെർ ഹവർ, 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ, അതാണ് അതിന്റെ വേഗം. സോ എങ്ങനെ വേണമെങ്കിലും വരാം.
ഇവിടെ നമ്മൾ SI യൂണിറ്റ് തന്നെ എടുക്കുന്നു, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ എടുത്തു, ടൈം സെക്കൻഡിൽ എടുത്തു. നമുക്ക് ഒരു വസ്തു ഉണ്ട്, ആ വസ്തു യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം സ്പീഡ്. യൂണിഫോം വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് യൂണിഫോം വെലോസിറ്റിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ച് നോക്കാം. യൂണിഫോം വെലോസിറ്റി, അതായത് വെലോസിറ്റി മാറാൻ പാടില്ല, വെലോസിറ്റി സെയിം ആണ്, സമമാണ്. നോക്കാം. ടൈം 0, 1, 2, 3 എന്നിങ്ങനെ ആയിരിക്കട്ടെ. നമുക്ക് സമയം 0, 2, 4 എന്നിങ്ങനെ എടുക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ എടുക്കാം. 0, 2, 4, 6, 8 എന്നിങ്ങനെയാണെന്നിരിക്കട്ടെ. അതിന്റെ വെലോസിറ്റി പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ പറഞ്ഞു യൂണിഫോം വെലോസിറ്റി ആണ്, സമപ്രവേഗമാണ്, സമമായിരിക്കണം, എല്ലാം 10. ഓക്കെ, ഇനി വരച്ച് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സെന്റിമീറ്ററും 2 സെക്കൻഡ് ആയിട്ട് എടുക്കാം. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽസ് 2 സെക്കൻഡ്. സോ 2 സെന്റിമീറ്റർ 4 ആയി, 3 സെന്റിമീറ്റർ 6 ആയി, 4 സെന്റിമീറ്റർ 8 ആയി എന്നിങ്ങനെ പോകും. നമുക്ക് വെലോസിറ്റി 1 സെന്റിമീറ്ററിൽ 5 എടുക്കാം, 10 വരെ മതി. 1 സെന്റിമീറ്ററിൽ 5 എടുക്കുക, 2 സെന്റിമീറ്ററിൽ 10 ആയി. വേണമെങ്കിൽ 1 സെന്റിമീറ്റർ നിങ്ങൾക്ക് എത്ര എടുക്കാം? ഓരോന്ന് വീതം എടുക്കാം. 10 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ ഒന്നായിട്ട് എടുക്കുക. അപ്പൊ 2 സെന്റിമീറ്റർ 2 ആവും, 10 സെന്റിമീറ്റർ 10 ആവും. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 1 സെന്റിമീറ്റർ 5 ആയിട്ട് എടുക്കുന്നു, 5 മീറ്റർ പെർ സെക്കൻഡ്. 10. ഇനി വരച്ച് നോക്കാം. The velocity time graph of a body having uniform velocity. സമപ്രവേഗമുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗ സമയ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. VT ഗ്രാഫ്. 2 സെക്കൻഡിൽ 0 സെക്കൻഡിൽ 10, 2 സെക്കൻഡിൽ 10, 4 സെക്കൻഡിൽ 10, 6 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 8 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്. നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. അതായത് വെലോസിറ്റി മാറാൻ പാടില്ലല്ലോ യൂണിഫോം വെലോസിറ്റി. നോക്കുക, വെലോസിറ്റി മാറുന്നുണ്ടോ? കൂടുന്നില്ല, കുറയുന്നില്ല, വെലോസിറ്റി മാറാതെ പോകും. യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും. നമുക്കിനി ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. നമ്മൾ ഈ കണ്ട വെലോസിറ്റി, ഇതേ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുന്നു, ഇതേ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം? 2 പോയിന്റിനിടയ്ക്കുള്ള we have 0, 2, 4, 6, 8, 10 etc. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ കാണാം? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ഹരിക്കണം സമയം ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താണ്? ഗുണിക്കണം, വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യണം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എങ്ങനെ കാണാം? വെലോസിറ്റി ഇൻറ്റു സമയം വെച്ചിട്ട് നമുക്ക് സ്ഥാനാന്തരം കാണാം. ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. There is a point B and C. Okay, ഈ BC we have to find the displacement. We have to find the displacement covered by the object from B to C. B to C, ഈ ഗ്രാഫിലെ BC എന്ന പോയിന്റിനിടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണം, സ്ഥാനാന്തരം കാണണം. സ്ഥാനാന്തരം കാണണമെങ്കിൽ നമുക്ക് അവിടുത്തെ വെലോസിറ്റി വേണം, അതിന് വേണ്ട ടൈമും വേണം. വെലോസിറ്റി എങ്ങനെ കാണാം? വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, ഈ ഹൈറ്റ്. സോ ബി സിയുടെ വെലോസിറ്റി എത്രയാണ്? 10. ഓക്കെ, വെലോസിറ്റി 10 ആണ്, മാറ്റൊന്നുമില്ലല്ലോ.
10 സോ വെലോസിറ്റി 10 ആണ്. ടൈം എന്ന് പറയുന്നതോ ഇത്രയും ടൈം 2 8. സോ എത്ര സെക്കൻഡ് എടുത്തു? 2 സെക്കൻഡിൽ നിന്ന് 8 സെക്കൻഡിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? 6 ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ 6 ആയിരിക്കും. സോ 10. നോക്കുക, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 60 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഇവിടെ നോക്കാം, നമ്മൾ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്തു. വെലോസിറ്റി എന്ന് പറയുന്നത് ഈ നീളമാണ്, ടൈം എന്ന് പറയുന്നത് ഈ നീളമാണ്. ഒരു ചതുരമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ABCDയെ ഒരു ചതുരമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ നീളമല്ലേ വെലോസിറ്റി 10 എന്ന് പറയുന്നത്? അതിന്റെ വീതിയാണ് വെലോസിറ്റി, നീളമാണ് എന്ത്? ടൈം. നോക്കുക, നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത് ആ ചതുരത്തിന്റെ എന്താണ്? പരപ്പളവാണ്, ഏരിയയാണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ വെലോസിറ്റി ഇൻറ്റു ടൈം V ഇൻറ്റു T എന്ന് പറയുന്നത് എന്താണ്? ഈ 2 പോയിന്റിനിടയ്ക്കുള്ള ഏരിയയാണ്, പരപ്പളവാണ്. സോ നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫിൽ 2 പോയിന്റിനിടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ എന്ത് കാണുക? അതിന് താഴേക്കുള്ള ഏരിയ കാണുക. 2 പോയിന്റിനിടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം കാണും. ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നമുക്ക് 2 പോയിന്റിനിടയ്ക്കുള്ള സ്ഥാനാന്തരം കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 പോയിന്റിന് താഴെയുള്ള ഏരിയ കാണണം, പരപ്പളവ് കാണണം. V ഇൻറ്റു T എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിന്റെ എന്താണ്? ഏരിയ ആണ്, ഈ ചതുരത്തിന്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ഇത് വേണം നമുക്ക് ബാക്കി 2 ഇക്വേഷൻസ് ഫോം ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഗ്രാഫ് വേണമെന്ന് പറഞ്ഞു. അതിനാണ് ഈ ഗ്രാഫെല്ലാം വരച്ചത്. നമ്മൾ 2 ഗ്രാഫുകൾ വരച്ചു. സ്ഥാനസമയ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫും വരച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫും വരച്ചു. ഒന്നുകൂടെ പറയാം, പൊസിഷൻ ടൈം ഗ്രാഫിൽ X ആക്സിസിൽ നമ്മൾ എന്തെടുക്കും? ടൈം എടുക്കും. Y ആക്സിസിൽ നമ്മൾ പൊസിഷൻ എടുക്കും. നേർരേഖയാണ് കിട്ടുന്നതെങ്കിൽ, if it is a straight line, it means that it has uniform velocity. The object has uniform velocity. ഒബ്ജക്റ്റിന് സമപ്രവേഗമാണ് എന്ന് പറയും. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണെങ്കിലോ, അതായത് പൊസിഷൻ മാറുന്നില്ല. പൊസിഷൻ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അനങ്ങുന്നില്ല എന്ന അർത്ഥം. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, അത് റെസ്റ്റിലാണ്, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. ഇനി അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിലോ, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗം. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി, അസമപ്രവേഗം. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതേപോലെ വരച്ചു. X ആക്സിസിൽ ടൈം ആണ്, Y ആക്സിസിൽ വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫ് for uniform velocity, for object having uniform velocity, is a straight line parallel to T, X axis. യൂണിഫോം വെലോസിറ്റി ഉള്ള വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് X അക്ഷത്തിന് പാരലൽ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, X ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്യുക? 2 പോയിന്റിനിടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ അതിന് താഴത്തുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി ഇതേപോലെയാണെങ്കിലോ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് എക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണെന്നാണ്. ഇനി ഇതേപോലെ ആണെങ്കിലോ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ കയറി പോവാണെങ്കിലോ, അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഹാസ് യൂണിഫോം ആക്സിലറേഷൻ, അതിന് സമത്വരണമാണ് എന്ന് പറയും. നോക്കുക, വെലോസിറ്റി മാറാണ്. വെലോസിറ്റി മാറാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഒരേപോലെ മാറുന്നെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. So if we are getting a straight line for velocity time graph, it means that the body has uniform acceleration. അതിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരേപോലെ മാറുന്നുണ്ട്, യൂണിഫോം ആയിട്ട് മാറാം. യൂണിഫോം ആക്സിലറേഷൻ, വെലോസിറ്റി മാറുന്നതിന് ആക്സിലറേഷൻ. ഓക്കെ, സോ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. പൊസിഷൻ ടൈം ഗ്രാഫ് T
സമയത്തിന് പാരലൽ ആയിട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, മൂവ് ചെയ്യുന്നില്ല, പൊസിഷൻ മാറുന്നില്ല, സ്ഥലം മാറുന്നില്ല, അനങ്ങുന്നില്ല, റെസ്റ്റ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ടിക്ക് പാരലൽ ആണെങ്കിൽ, അതായത് വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി സെയിം ആണ്, ദാറ്റ് മീൻസ് യൂണിഫോം വെലോസിറ്റി. ഇത്രയുമാണ് നമ്മൾ ഗ്രാഫിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. നമുക്ക് കിട്ടുന്ന ഡാറ്റ അതിനനുസരിച്ച് ഒരു സ്കെയിൽ ചൂസ് ചെയ്യുക, തോത് ചൂസ് ചെയ്യുക, പോയിന്റുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുക.